Right. Firstly, let's discuss the first concept, business entity concept. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇതിന്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് എല്ലാം ചെയ്യുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെയും അതേപോലെ അതിന്റെ ഓണേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്താ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെയും അതിന്റെ ഓണേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഓഫ് കോഴ്സ് ഇപ്പൊ ഞാനൊരു ബിസിനസ് എയ്സ്ഡ് അക്കാദമി നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്യാഷ് ആണ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്റെ ബിസിനസ് ആണ് ഒക്കെയാണ് എങ്കിൽ പോലും ഞാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അതിനെ സെപ്പറേറ്റ് ആയിട്ടും നമ്മുടെ ബിസിനസ്സിനെ സെപ്പറേറ്റ് ആയിട്ടും തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സി നമ്മളൊരു തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു കസ്റ്റമറെ അല്ലെങ്കിൽ ഒരു സപ്ലയറെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഓണേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ്. ആ കമ്പനിയിലെ ഓണർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് കാണണം. അപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ആസ് എൻ അക്കൗണ്ടന്റ് നിങ്ങൾ ബിസിനസിന്റെ അക്കൗണ്ടന്റ് ആണ്, അല്ലാണ്ട് നിങ്ങൾ ഓണറുടെ അക്കൗണ്ടന്റ് അല്ല. അത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ബിസിനസ്സിലോട്ട് ഓണർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ബിസിനസ്സിലോട്ട് ഓണർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസ് നിന്ന് ക്യാഷ് ഓണർ എടുത്തോണ്ട് പോവുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് സംതിങ്, ഓക്കെ, സാലറി എന്തെങ്കിലും ഓണറിന് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ബിസിനസിനെ സെപ്പറേറ്റ് ആയിട്ടും ഓണേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ടും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ, രണ്ടും ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ദെൻ അതിപ്പോ ഏത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ, LLP ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, വാട്ട് എവർ സ്ട്രക്ചറിലുള്ള എൻറ്റിറ്റി ആണെങ്കിൽ പോലും അതിന്റെ ഓണേഴ്സ് സെപ്പറേറ്റ്, ബിസിനസ് സെപ്പറേറ്റ്. നിങ്ങൾ എന്ന് പറയുന്നത് ഓണറുടെ അക്കൗണ്ടന്റ് അല്ല, ബിസിനസിന്റെ അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ബിസിനസിന്റെ അക്കൗണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ബിസിനസിന്റെ എക്സ്പെൻസുകളും ഇൻകംസും അസറ്റ്സും ലാബിലിറ്റി ഒക്കെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഓണറുടേതെല്ലാം ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യോ? ഇല്ല. ബിസിനസിന്റെ ട്രാൻസാക്ഷൻ എന്താണോ അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഫർദർ പഠിക്കുമ്പോൾ ജേർണൽ എൻട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ബാങ്കിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യണം. ഇനി ബിസിനസിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാബിലിറ്റി ആണ്. എന്തുകൊണ്ടാ? ബിസിനസ്സിൽ ഓണർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ ഓണറും ബിസിനസ്സും ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസിനെ സെപ്പറേറ്റ് ആയിട്ടും അതിന്റെ ഓണറെ സെപ്പറേറ്റ് ആയിട്ടും തന്നെ എന്ത് ചെയ്യണം? രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയിട്ട്, സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ഫർദർ നമ്മൾ ജേർണൽ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഈ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നതെങ്കിൽ ഓൺലി ഇവന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ദാറ്റ് ഓൺലി വി ആർ ഇൻക്ലൂഡഡ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ദാറ്റ് മീൻസ് മണി, ക്യാഷ്, മണി, ദുട്ട്, ഓക്കെ, വാട്ട് എവർ നിങ്ങൾ എന്ത് വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ക്യാഷിൽ മോണിറ്റർ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധനം വാങ്ങുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇതൊക്കെ എത്ര രൂപയുടേതാണ് എന്നുള്ളത് നമുക്ക് മോണിറ്റർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ലേ? ക്യാഷിൽ മെഷർ ചെയ്യാൻ പറ്റില്ലേ?
അത് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ എയ്സ്ഡ് അക്കാദമിയെ സംബന്ധിച്ച് മെയിൻ അസറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അപ്പോ ഇതാണ് ഒരു മെയിൻ മാറ്റർ ആണ് ബിസിനസ് സംബന്ധിച്ച്. പക്ഷെ ഇത് എത്ര രൂപയുടെ വാല്യൂ അതിനുണ്ട് എന്ന് നമുക്ക് വാല്യൂ ചെയ്യാൻ കഴിയുമോ? നമുക്ക് പൈസയിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നല്ല സ്കിൽഡ് എംപ്ലോയി ആണ്, 1 കോടി രൂപയുടെ അല്ലെങ്കിൽ 10 lakh rupees വാല്യൂ അതിനുണ്ട്. നമുക്ക് ഒരിക്കലും മോണിറ്റർ ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റില്ല. എംപ്ലോയീസിന്റെ സ്കില്ല്, അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള മാനേജ്മെന്റ് ഉണ്ട്. ഓഫ് കോഴ്സ് ബിസിനസ് സംബന്ധിച്ച് അതൊരു അസറ്റ് തന്നെയാണ്. പക്ഷെ അത് എത്ര രൂപയുടേത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, നമ്മളെ ബിസിനസ്സിന് നല്ല വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, നല്ല ഗുഡ് വിൽ ഉണ്ട്, അല്ലെങ്കിൽ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറിന് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതൊക്കെ ബിസിനസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്. ബട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്ററി ആയിട്ട് എത്ര രൂപയുടേത് എത്ര ക്യാഷിനുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടിങ് ആസ് എൻ അക്കൗണ്ടന്റ് മോണിറ്ററി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റില് പറയുന്നത്. അപ്പൊ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് മീൻസ് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇറ്റ്സ് ഓണർ ഈസ് സെപ്പറേറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മോണിറ്റർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ട് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ആണെന്ത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ബിസിനസ് വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻഡെഫിനിറ്റ്ലി. നമ്മുടെ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡിലോട്ട് ക്യാരി ചെയ്യുന്നു. നമുക്കിപ്പോ എന്തില്ല, ഒന്നെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഇല്ല, നെക്സ്റ്റ് 1 month നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തില്ല അങ്ങനെ ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷനും ഇല്ല. ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, fairly long period of time and would not be liquidated in foreseeable future. നമുക്ക് അറിയാവുന്ന ടൈമിൽ എന്തില്ല, ഇപ്പൊ ക്ലോസ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ ഇല്ല. അതാണ് എന്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റില് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിലെ അസറ്റിന്റെ വാല്യൂ ഒക്കെ കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് ആസ്തി ഉണ്ടായിരിക്കും, ഫർണിച്ചർ ഉണ്ടായിരിക്കും, മെഷീനറി ഉണ്ടായിരിക്കും, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഉണ്ടായിരിക്കും, ഓക്കെ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ വാല്യൂ നമ്മൾ കാണിക്കുന്നത് ഈ ഗോയിങ് കൺസേൺ ബേസിസിലാണ്. അപ്പൊ അത് എപ്പോഴാണോ പർച്ചേസ് ചെയ്തിട്ടുള്ള വാല്യൂ, അതിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച വാല്യൂ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പത്തേക്ക് ആസ് ഓഫ് നൗ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഗോയിങ് കൺസേൺ ബിസിനസ് നമുക്ക് ഫോർസിയബിൾ ഫ്യൂച്ചർ, ഓക്കെ, അടുത്ത കാലത്തൊന്നും ക്ലോസ് ചെയ്യാനുള്ള ഇന്റൻഷനോ അതിനുള്ള സിറ്റുവേഷനോ ഇല്ല. ആ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. സപ്പോസ് നമ്മളെ ബിസിനസ് നെക്സ്റ്റ് മന്ത് ക്ലോസ് ചെയ്യാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ട മെത്തേഡ് ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് നോട്ടീസ് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നുള്ള നോട്ടീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മള് ഇൻസോൾവെന്റ് ആവാൻ പോവാണ്, പാപ്പരാവാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു നോർമൽ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ ബേസിലാണ്. ദാറ്റ് മീൻസ് ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തില്ല, ക്ലോസ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അസറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ റൈറ്റ്, അതേപോലെ തന്നെ ലാബിലിറ്റീസ് ആയിക്കോട്ടെ, ലാബിലിറ്റീസ് നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക അതിന്റെ സെറ്റിൽമെന്റ് എമൗണ്ടിലായിരിക്കും. ഓക്കെ, അല്ലാണ്ട് ലിക്വിഡേഷന്റെ ടൈമിൽ ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാനൊരു സപ്ലയർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, ഒരു 1 lakh rupees കൊടുക്കാനുണ്ട്. ഓക്കെ, അത് സെറ്റിൽ ചെയ്യേണ്ടത് 1 lakh rupees-നാണ്. ഞാൻ എപ്പോഴും എന്തായിരിക്കുക, 1 lakh rupees-നാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാ. സപ്പോസ് ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോവാണ്, ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടിയില്ല, ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് അപ്പ്, വൈൻഡ് അപ്പിന്റെ ടൈമിൽ നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ നമ്മളത് ക്യാഷ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഫുള്ള് സെറ്റിൽ ചെയ്യേണ്ടി വരില്ല. ആ എമൗണ്ടിലല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ എത്രയാണോ സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് നമ്മൾ ഫർദർ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബിസിനസ്സിന് എന്തില്ല, ഒരു നെക്സ്റ്റ് പീരിയഡിലോട്ട്, ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പീരിയഡിലോട്ട് എന്തില്ല,
ക്ലോസ് ചെയ്യാനുള്ള, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള, ലിക്വിഡേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. അതിന്റെ ബേസിലാണ് നോർമൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസറ്റ്സ് എപ്പോഴും അതിന്റെ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ് റെക്കോർഡ് ചെയ്യുക. ലാബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റിൽമെന്റ് എമൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുക, ഒരിക്കലും ലിക്വിഡേഷൻ വാല്യൂവിലായിരിക്കില്ല റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ അബൌട്ട് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. Accounting period is very simple. Financial performance and position of the business would be reported over a specific and consistent interval of time. നമ്മുടെ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ എപ്പോഴാണ് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ബിസിനസ് നല്ല എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എപ്പോഴാണ് നോക്കുക? ക്ലോസ് ചെയ്യുമ്പോഴാണോ നോക്കുക? അല്ല, നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴാണോ 10 വർഷത്തെ കണക്ക് നോക്കുക? അല്ല, നമ്മളൊരു റെഗുലർ ഇന്റർവെല്ലില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയോഡിലോട്ട് എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പെർഫോമൻസും അതേപോലെ തന്നെ പൊസിഷൻസും വെരിഫൈ ചെയ്യണം. ഓക്കെ, ഈ നമ്മളൊരു റെഗുലർ ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മേ ബി ഓരോ ബിസിനസ് ടു ബിസിനസ് ഡിഫറെന്റ് ആയിരിക്കും. ചില വലിയ ബിസിനസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മന്ത്ലി അവരെന്ത് ചെയ്യും? ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഒക്കെ നോക്കും. ചിലർ ക്വാർട്ടേർലി ആയിരിക്കും, ചിലർ ആനുവലി നോക്കുള്ളൂ, ചിലപ്പോൾ സെമി ആനുവലി ആയിരിക്കും. 6 months അവര് 6 months നോക്കിയെന്ന് വരും. ഓക്കെ, അത് ബിസിനസ് ടു ബിസിനസ് ഏറ്റവും ബെസ്റ്റ് മന്ത്ലി നോക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, മേ ബി ഫിസിക്കൽ ഇയർ. എന്താണ് ഫിനാൻഷ്യൽ ഇയറും കലണ്ടർ ഇയറും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, നിങ്ങളൊരു നോൺ കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April to 31st March ആണ്. 1st April തൊട്ടിട്ട് 31st March ആണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ 1st April 2024 to 31st March 2025 ആണ് ഫിനാൻഷ്യൽ ഇയർ. ബട്ട് കലണ്ടർ ഇയർ എന്നാ 1st January to 31st December. ഇപ്പൊ ഈ ഒരു കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ 1st January 2024 to 31st December 2024 ആണ് എന്ത്? കലണ്ടർ ഇയർ. അപ്പൊ അക്കൗണ്ട്സ് നമ്മൾ പൊതുവെ ചെയ്യാറ്, എപ്പോഴും ചെയ്യുക, ഇന്ത്യയിൽ അലൗഡ് ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്താ മനസ്സിലായി. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയണമെങ്കിൽ അസറ്റ്സ് നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് അതിന്റെ പർച്ചേസ് കോസ്റ്റിലാണ്, അല്ലാണ്ട് എന്തല്ല മാർക്കറ്റ് വാല്യൂവിൽ അല്ല. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാണെന്ന് നോക്കുക. ഓക്കെ, ഇന്ന് നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യാണ്. നമ്മളൊരു 1 lakh rupees ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളപ്പോ എന്ത് റെക്കോർഡ് ചെയ്യും? 1 lakh rupees ലാൻഡ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നോക്കാം, ഈ ലാൻഡിന്റെ വാല്യൂ 1 lakh rupees തന്നെ ആയിരിക്കുമോ? സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ചിലപ്പോൾ അതിന്റെ വാല്യൂ ഒരു 2 lakh ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ അസറ്റിന്റെ വാല്യൂ 5 വർഷം കഴിയുമ്പോൾ 2 lakh ആയിട്ടുണ്ടാവും. നമ്മൾ അത് 2 lakhൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അസറ്റ്സ് എപ്പോഴും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഹിസ്റ്ററി, പാസ്റ്റ് എന്നുള്ള മീനിങ്. ഓക്കെ, നമ്മളെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത്. ഒരിക്കലും മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യാനേ പാടില്ല. ചിലപ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സിന്റെ വാല്യൂ നോക്കുമ്പോൾ ലാൻഡിന് ചിലപ്പോൾ മാർക്കറ്റ് വാല്യൂ 1 crore ഒക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമ്മൾ വാങ്ങിയത് 20 വർഷം മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് എന്തുണ്ടാവുള്ളൂ? ജസ്റ്റ് 10 lakh ഉണ്ടാവുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 10 lakh എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് 10 lakh എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അല്ലാണ്ട് അതിന്റെ കറന്റ് മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കും? എപ്പോഴും ലാൻഡ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും അപ്രിസിയേഷൻ ആണ് ചാൻസ്, കൂടാനല്ല ചാൻസ് ഉള്ളത്. ഓക്കെ, റൈറ്റ്. ഇനി അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, നമ്മൾ അസറ്റ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് അസറ്റ്സ് ആയിക്കോട്ടെ, നമ്മളെ ആസ്തി ആയിക്കോട്ടെ, അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു അസറ്റ്സ് അതിന്റെ യൂസ് വരെയുള്ള, ഓക്കെ, യൂസ് ചെയ്യാൻ റെഡി ആവുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? അതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ചിലപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്യാണ്.
ഓക്കെ, നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. 10 lakh rupees ആണ് മെഷീനറിയുടെ കോസ്റ്റ്. നമ്മൾ വാങ്ങുന്നത് ഡൽഹിയിലുള്ള ഒരു കമ്പനിയിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ അവിടെ പോയി പർച്ചേസ് ചെയ്തു, 10 lakh rupees അവിടെ പേ ചെയ്തു. ആ മെഷീനറി നമുക്ക് എന്ത് ചെയ്യണം, കേരളത്തിലോട്ട് എത്തിക്കണം. അതിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് ഒരു 10,000 വന്നു. ഓക്കെ, അവിടുന്ന് ആ മെഷീനറി ഒരു ലോറിയിൽ ഇങ്ങോട്ട് എത്തിക്കണം, കേരളത്തിലോട്ട് എത്തിക്കണം. അതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് 10,000 കൂടെ വന്നു. പിന്നെ നമുക്കത് എന്ത് ചെയ്യണം, അതിന്റെ ഒരു ലോഡിങ് ചാർജ് ഉണ്ട്. അവിടുന്ന് അവർ കയറ്റി തന്നു, ഇവിടുന്ന് നമുക്ക് അൺലോഡ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളെ ഫാക്ടറിന്റെ ഉള്ളിലേക്ക് എത്തിക്കണം. അതിന് നമുക്കൊരു 5,000 ചെലവായി. മൈൻഡിൽ വെക്കണം. ഓക്കെ, 10 lakh rupees മെഷീനറിക്ക് ചെലവായി, 10,000 നമ്മളെ ട്രാൻസ്പോർട്ടേഷന് ചെലവായി, 5,000 അത് അൺലോഡിങ്ങിന് ചെലവായി. പിന്നെ ഈ മെഷീനറി അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിന്റെ അസംബ്ലിങ്ങും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മളൊരു 10,000 കൊടുത്തു. ഇൻസ്റ്റാളേഷനും വേണ്ടി 10,000 കൊടുത്തു. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ കൊടുത്തു, നമ്മൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് 10 lakh കൊടുത്തു, 10,000 നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തു, ദെൻ ലോഡിംഗ് ചാർജസ് ആയിട്ട് നമ്മളൊരു 5,000 കൊടുത്തു, പിന്നെ ഇൻസ്റ്റാളേഷൻ ചാർജസ് ആയിട്ട് എന്ത് കൊടുത്തു, ഒരു 10,000 കൂടെ കൊടുത്തു. അപ്പോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീനറിന്റെ വാല്യൂ എത്രയാണ് കാണിക്കേണ്ടത് ബുക്സില്? മെഷീനറിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് 10 lakh മാത്രമല്ല, 10 lakh പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 10,000 പ്ലസ് ലോഡിംഗ് ചാർജസ് 5,000, 10 lakh 15,000 പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജസ് 10,000, 10 lakh 25,000 ആണ് നമ്മൾ കാണിക്കേണ്ടത്. എങ്ങനെ? 10 lakh പ്ലസ് 10,000 പ്ലസ് 5,000 പ്ലസ് 10,000, ടോട്ടൽ 10 lakh 25,000 നമ്മൾ മെഷീനറിയുടെ വാല്യൂ ആയിട്ട് കാണിക്കണം. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് അത് യൂസ് ചെയ്യാൻ റെഡി ആവുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ അസറ്റിന്റെ വാല്യൂലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫർദർ റെക്കോർഡ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഒരു അസറ്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഏത് അസറ്റും നമ്മൾ ഒരിക്കലും മാർക്കറ്റ് വാല്യൂവില് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താണോ ചെലവായിട്ടുള്ളത് ആ വാല്യൂവിലാണ് നമ്മൾ അസറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. പ്ലസ് AS10 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഉണ്ട്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് PPE. അതിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അസറ്റ്സ് അത് റെഡി ടു യൂസ് ആകുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും അസറ്റിന്റെ കോസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അതിന്റെ അക്വസിഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, വാട്ട് എവർ കോസ്റ്റ് വി ആർ ഇൻകറിംഗ് ടു get the asset ready to use, we have to add into the cost of the asset. ക്ലിയർ? റെഡി? ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻ ജേർണൽ എൻട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. റൈറ്റ്? ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫുൾ ഡിസ്ക്ലോസ്. നമ്മുടെ ജീവിതം ഒരു തുറന്ന പാഠപുസ്തകമാണ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ എന്തിരിക്കണം, മുഴുവൻ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എല്ലാ നെസസറി ഇൻഫർമേഷൻസും, നമ്മളെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നല്ല ഇതിൽ ഉദ്ദേശിച്ചത്. എല്ലാ വാട്ട് എവർ ഇൻഫർമേഷൻ ഈസ് നെസസറി ദാറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. ഓക്കെ, ലൈക്ക് ദി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആരാണോ റീഡ് ചെയ്യുന്നത്, ആർക്കാണോ ആവശ്യം, അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള മുഴുവൻ ഇൻഫർമേഷൻസും എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ചില ടൈമിൽ കമ്പനീസ് എന്ത് ചെയ്യും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ കമ്പനി ഉണ്ട്. ഓക്കെ, ഞാനും നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, നമ്മളെല്ലാവരും കൂടെ പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. നമുക്ക് കുറച്ചും കൂടെ ഫണ്ട് ആവശ്യമാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോവാണ്. അപ്പം ബാങ്ക് നമ്മളോടൊന്ന് ചോദിച്ചോ, ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചോദിച്ചു. നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ലാബിലിറ്റീസ് ഉണ്ട്, ബാധ്യതകളുണ്ട്. ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ബാങ്ക് ചിലപ്പോൾ ലോൺ കിട്ടൂല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ലാബിലിറ്റീസ് എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കുക, റിപ്പോർട്ടിലൊന്നും കാണിക്കാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തിരിക്കണം, മുഴുവൻ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ക്ലിയർ? ഓക്കെ, നമ്മളൊന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല.
ആരാണോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് റീഡ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് നെസസറി ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ all important and significant financial information that could influence the decision of the users of financial statements should be reported. Then materiality എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സും നമ്മൾ എന്തായിരിക്കണം, ക്ലിയർലി റിപ്പോർട്ട് ചെയ്തിരിക്കണം. എല്ലാ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സും ക്ലിയർലി റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിന്റെ യൂസേഴ്സിന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പോർട്ടന്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും. എന്താ പറഞ്ഞത്? വൺസ് അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, എല്ലാ ഇമ്പോർട്ടന്റ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ട്രാൻസാക്ഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തുന്നപ്പം 1 രൂപ കളഞ്ഞുപോയി, അത് റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ 5 രൂപ അവിടെ കാണാനില്ല, നമ്മൾ 100 crore ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഒരു 5 രൂപ കാണാനില്ല, അത് നമ്മൾ വേറെ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 100 രൂപ കളഞ്ഞുപോയി, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ടിങ്ങിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. അതാണ് നമ്മളെ കൺഫ്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഒരു 50 പൈസന്റെ ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞെന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് ഈ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്താണ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ? അതിങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുക? വെരി സിമ്പിൾ. ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആർക്കാണോ യൂസ് ചെയ്യുന്നത് അയാളെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യോ? അപ്പൊ അതെന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു 1000 crore കമ്പനിയാണ്, ടേൺ ഓവർ ഉള്ള കമ്പനിയാണ്. ഓക്കെ, 1000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അതിനെ സംബന്ധിച്ച് ഒരു 100 രൂപ പോയി. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിന്റെ യൂസേഴ്സിന് അത് വലിയൊരു മാറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 50 രൂപ കാണാനില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു 50 രൂപന്റെ ഡിഫറൻസ് ഉണ്ട്, അത് അവരെ സംബന്ധിച്ചൊരു മാറ്റർ ആയിരിക്കുമോ? ഓക്കെ, റൈറ്റ്. പക്ഷേ നമ്മൾ ആകെ ഒരു 5000 രൂപന്റെ ബിസിനസ് ചെയ്യണ ബിസിനസ്സാണ്. അവിടെ നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും, 100 രൂപ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊരിക്കലും ഇത്ര രൂപ മെറ്റീരിയൽ ആണ്, ഓക്കെ, അല്ലെങ്കിൽ 500 രൂപ മെറ്റീരിയൽ ആണ്, 1000 രൂപ മെറ്റീരിയൽ ആണ്, 1 lakh rupees മെറ്റീരിയൽ ആണ്, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് സിറ്റുവേഷൻസ്, കമ്പനിയുടെ വോളിയം, ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് മെറ്റീരിയൽ ആണോ അല്ലേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പൊ എല്ലാ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളുടെ ബേസിലാണ്. ഓക്കെ, ടോട്ടൽ ഇൻഫർമേഷന്റെ ബേസിൽ ചില കേസിൽ ഇപ്പൊ നമ്മൾ നോക്കുക, ഒരു 1000 കോടി ടേൺ ഓവർ ഉള്ള കമ്പനിയാണ്. ഓക്കെ, അവർ GST അടക്കാൻ 1000 രൂപ ഷോർട്ടാണ്, അല്ലെങ്കിൽ 5000 രൂപ ഷോർട്ടാണ്. അവർ പറയുകയാണെന്ത്, GST ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ ഞങ്ങൾ 1000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഈ 5000 ഒന്നും മെറ്റീരിയൽ അല്ല. ആ സിറ്റുവേഷനിൽ പറയാൻ പറ്റുമോ? GST ഡിപ്പാർട്ട്മെന്റ് വെറുതെ വിടുവോ? ഇല്ല. അപ്പൊ ഓരോ സിറ്റുവേഷനും കുറെ കാര്യങ്ങളെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ ആണോ അല്ലേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ്, ക്ലിയർലി റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ മെറ്റീരിയാലിറ്റി ഡിസൈഡ് ചെയ്യാനുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ആസ് എ ബിസിനസ് ഹോൾ എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ മെത്തേഡ്സ് കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടത് എല്ലാ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ മെറ്റീരിയൽ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? അതിന്റെ യൂസറെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിൽ മെറ്റീരിയൽ ആണ്. പിന്നെ യൂസറിന് അത് വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ല, ഡിസിഷനെ ഇമ്പാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തല്ല, മെറ്റീരിയൽ അല്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നെങ്കിൽ
റെക്കോർഡഡ് ഒബ്ജക്റ്റീവ് മാനർ. ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി ബയാസ് ഓഫ് അക്കൗണ്ടന്റ് ഓർ അതേഴ്സ്. നമ്മൾ എന്തുണ്ടാവാൻ പാടില്ല? നമ്മളെ ഒരാൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കും വേണ്ടിയിട്ട് അതിൽ ചേഞ്ചസ് വരുത്താൻ പാടില്ല. ദാറ്റ് മീൻസ് നമ്മൾ പ്രോഫിറ്റ് കൂട്ടി കാണിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പം ടാക്സ് ഓണർ പറയുകയാണെന്ത്, ഇൻകം ടാക്സ് ഇത്ര അടക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെൻസ് കുറച്ച് കൂട്ടി കാണിച്ചോളൂ, നമ്മുടെ പ്രോഫിറ്റ് കുറച്ചോളൂ എന്ന് പറയാം. അത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അത് ഒരാളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റുകയാണ് അല്ലെ. അത് ഒബ്ജക്റ്റീവ് ആയിരിക്കുമോ? അല്ല. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നമ്മൾ വേറൊരാൾക്കും വേണ്ടിയിട്ട് അതിൽ തിരുത്തലുകളോ നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല. ഓക്കെ, ഫ്രീ ഫ്രം എനി കൈൻഡ് ഓഫ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. നമ്മൾ ആസ് എൻ അക്കൗണ്ടന്റ് നമ്മൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അത് വേറൊരാളുടെ താല്പര്യത്തിനും വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് ഓക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടായിരിക്കണം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. അവിടെ നിന്നുണ്ടായിരുന്നു വേറൊരാളുടെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് എന്ത്? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വുഡ് ബി യൂസ്ഫുൾ ഓൺലി വെൻ ഇറ്റ്സ് അലോസ് കമ്പാരിസൺ ഓവർ എ പീരിയഡ് വർക്കിംഗ് അതർ കമ്പനി അഡോപ്റ്റ് സർട്ടൻ അക്കൗണ്ടിങ് പോളിസി മെത്തേഡ്. ഇനി കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാന്നൊക്കെ പറയില്ലേ, എന്താ? ദാറ്റ് മീൻസ് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യാണ്. അക്കൗണ്ടിങ്ങിൽ പല മെത്തേഡ്സ് ഉണ്ടാവും. നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് പീരിയഡ് ടു പീരിയഡ് അതേ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മളെ സ്റ്റോക്ക് ഉണ്ട്, ഫോർ എക്സാമ്പിൾ എടുക്കാം. സ്റ്റോക്ക്, ഈ സ്റ്റോക്ക് നമുക്ക് എത്ര രൂപയുടെ സ്റ്റോക്കാന്നുള്ളത് വാല്യൂ ചെയ്യണം. ഓക്കെ, നമ്മളെ ബിസിനസ്സിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് വാല്യൂ ചെയ്യണം. ഈ വാല്യൂ ചെയ്യാൻ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഫിഫോ, ലിഫോ, വെയ്റ്റഡ് അവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മൾ ഒരു കൊല്ലം ഇപ്പൊ ഫിഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തു, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്തു. നെക്സ്റ്റ് പീരിയഡ്, അക്കൗണ്ടിങ് പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ലിഫോ യൂസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുള്ള പീരിയഡിൽ നമ്മൾ വെയ്റ്റഡ് അവറേജ് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫിഫോയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഫിഫോയിൽ യൂസ് ചെയ്താണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഡിഫറെന്റ് ആയിരിക്കും. വെയ്റ്റഡ് അവറേജിന് നമുക്ക് യൂസ് ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ട് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരേ മെത്തേഡ് എല്ലാ പീരിയഡിലും കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പാരിസൺ പോസിബിൾ ആവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കമ്പയർ ചെയ്യുന്നതിൽ വല്ല അർത്ഥം ഉണ്ടാവുമോ? നമ്മൾ ഫിഫോയിൽ യൂസ് ചെയ്തു, അമ്മ നമുക്ക് 10,000 പ്രോഫിറ്റ് കിട്ടി. അടുത്ത കൊല്ലം നമ്മൾ ലിഫോ യൂസ് ചെയ്തു, ലിഫോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1 lakh പ്രോഫിറ്റാ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഒരേ മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അത് കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവും അല്ലെ. അല്ല, നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഇങ്ങനെ പീരിയഡ് ആവുമ്പോൾ ഇങ്ങനെ ഓരോ കൊല്ലത്തിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഓരോ പീരിയഡിലെ പെർഫോമൻസ് നമ്മൾ ഇങ്ങനെ വാല്യൂ ചെയ്യുക. കഴിഞ്ഞ കൊല്ലം എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഫിറ്റബിലിറ്റി, ഇക്കൊല്ലം എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി, അതിന്റെ മുന്നത്തെ കൊല്ലം എങ്ങനെയായിരുന്നു പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഇത് നമ്മൾ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ മെത്തേഡ് എല്ലാ പീരിയഡിലും യൂസ് ചെയ്യണം. അതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിപ്രിസിയേഷൻ യൂസ് ചെയ്യുമ്പോൾ, സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ വല്ല അക്കൗണ്ടിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോഴൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത് സപ്പോസ് നമ്മൾ കൺസിസ്റ്റൻസി ചില കേസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മെത്തേഡ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുകയൊക്കെ വേണം. ഓക്കെ, അതായത് നമ്മളിങ്ങനെ മെത്തേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്യണം. ദെൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ട്, ഇത്ര ചേഞ്ചസ് ഉണ്ട്, ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മളെന്ത് മനസ്സിലാക്കി വെക്കുക? കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആണ് കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കൺസർവേറ്റിസം ഓർ പ്രുഡൻസ്. കൺസർവേറ്റിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. കൺസർവേറ്റീവ് ആണ്, എന്താ ഈ കൺസർവേറ്റീവ് ആണ് അല്ലെങ്കിൽ പ്രുഡന്റ് ആണ് എന്നൊക്കെ പറയുന്നതിന്റെ മീനിങ് നമ്മൾ ചുരുങ്ങിയ കുതുസ് എന്നൊക്കെ പറയില്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിഞ്ഞൂടാ.
നമ്മളിങ്ങനെ വല്ല സ്ട്രിഞ്ചന്റ് എന്നൊക്കെ പറയും. ഓക്കെ, കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ expenses liability should be recorded as soon as possible in situation where it is uncertainty about the possible outcome. Contracts, assets and revenue only when they are assured to be received. That means, okay, simple ആയിട്ട് മനസ്സിലാക്കാം. നമുക്കൊരു അസറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഇൻകം ഉണ്ട്. ഓക്കെ, അസറ്റ് അതേപോലെ തന്നെ ഇൻകം, ഈ രണ്ട് സാധനം നമുക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ, 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് നമുക്ക് കിട്ടാനുള്ള വരുമാനം, ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അസറ്റ്, ഓക്കെ, ആസ്തി, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. 100% നമുക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ നമുക്കുള്ള ചെലവുകള് അതേപോലെ തന്നെ നമ്മുടെ ബാധ്യതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പോകുന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് ആ ചെലവ് വരും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അസറ്റും അതേപോലെ തന്നെ റവന്യൂ ഉണ്ട്. പിന്നൊന്ന് എക്സ്പെൻസും അതേപോലെ തന്നെ നമ്മളെ ലാബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ അസറ്റും റവന്യൂ ഒക്കെ നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നമുക്കൊരു ചെലവ് വരാനുണ്ട് അല്ലെങ്കിൽ ഒരു ബാധ്യത വരാനുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ, ഉറപ്പിക്കണം എന്നില്ല, നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ റെക്കോർഡ് ചെയ്യണം. വല്ലാത്തൊരു കൺസെപ്റ്റ് ആയി പോയില്ലേ? ഓക്കെ, ലോജിക്കലി ആലോചിച്ച് നോക്കിയേ, അസറ്റ് ഒക്കെ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എക്സ്പെൻസും ലാബിലിറ്റി ഒക്കെ പോകുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് കൺസെപ്റ്റില് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതുന്നത്. നിങ്ങൾ പലപ്പോഴും ഇപ്പൊ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. അതെ, ഇതൊക്കെ നമ്മൾ ആ തിയറി എന്നുള്ള ബേസിൽ എടുത്ത് കളയാനുള്ളതല്ല, ഇതിന്റെ ബേസിലാണ് നമ്മൾ റെക്കോർഡിങ് മുഴുവൻ ചെയ്യുന്നത്, നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിലാണ്. അപ്പൊ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിരിക്കുക. നിങ്ങളൊരു ഇന്റർവ്യൂ, ഓക്കെ, അക്കൗണ്ടന്റ് പൊസിഷനുള്ള ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓക്കെ ആണോ, കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടോ, അതാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് +2 A+ കിട്ടിയിട്ടുണ്ടാവും, കൊമേഴ്സിൽ അക്കൗണ്ട്സിലൊക്കെ A+ ഉണ്ടാവും, BCom നല്ല മാർക്ക് ഉണ്ടാവും. ബട്ട് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ജേർണൽ എൻട്രീസ് ഒക്കെ മഗ്ഗപ്പ് ചെയ്തുകൊണ്ട്, ഓക്കെ, എക്സാമിന് പോയി വൊമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക. മേ ബി, ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്. ബട്ട് അങ്ങനെ എല്ലാ അക്കൗണ്ട്സ് പഠിക്കേണ്ടത്. ഓക്കെ, ഒരു കമ്പനി ആകുമ്പോൾ എത്ര 100,000 സിറ്റുവേഷൻസ് വരും. ഈ എല്ലാ സിറ്റുവേഷൻസിലുള്ള ജേർണൽ എൻട്രീസും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമോ? പോസിബിൾ അല്ല. അപ്പൊ എങ്ങനെയാണ് പോസിബിൾ ആവുക? നമുക്കതിന്റെ കൺസെപ്റ്റ് എന്താന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ജേർണൽ എൻട്രി ഒക്കെ ഇടാനുള്ള കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ നിങ്ങൾക്ക് ജേർണൽ എൻട്രി ഇടാൻ പറ്റും. ഓക്കെ, നിങ്ങൾ CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, ഏത് ഹൈ എൻഡ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത, ഓക്കെ, ഏത് കോംപ്ലിക്കേറ്റഡ് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അതിന്റെ റെക്കോർഡിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റിന്റെ ബേസിലായിരിക്കും. ഓക്കെ, റൈറ്റ്. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നിങ്ങൾ ഒരു തവണ ഒന്ന് നോക്കുക. എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ബൈ ഹാർട്ട് ഒന്നും വേണ്ട, ഡെഫിനിഷൻ കാണാണ്ട് പഠിക്കുക, ഒന്നും വേണ്ട, നത്തിങ്. ബട്ട് എന്താണ് എന്നുള്ളത് നിങ്ങളെ ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് സെപ്പറേറ്റ് ആണ്, ഓണർ സെപ്പറേറ്റ് ആണ്. ഇവരെ നമ്മൾ രണ്ട് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബിസിനസ് ഒരു തേർഡ് പേഴ്സൺ എങ്ങനെയാണോ നമ്മൾ ഡീൽ ചെയ്യുക, അക്കൗണ്ട് ചെയ്യുക, അതേപോലെ ഓണറേയും അക്കൗണ്ട് ചെയ്യും. ദെൻ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറഞ്ഞു ബിസിനസ്സിനെ സംബന്ധിച്ച് പൈസയിൽ വാല്യൂ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഗോയിങ് കൺസേൺ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ റെക്കോർഡിംഗ് നോർമൽ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത് എന്താണ്, ഗോയിങ് കൺസേണിന്റെ ബേസിലാണ്. ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ എന്തില്ല, ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഇല്ല. ദെൻ ബിസിനസ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് എല്ലാ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അസറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റില്, ലാബിലിറ്റീസ് ആണെങ്കിൽ സെറ്റിൽമെന്റ് അമൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പീരിയോഡിലോട്ടാണ്, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പീരിയോഡിലോട്ടാണ് നമ്മൾ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷൻസും ഒക്കെ
റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നമ്മൾ അസറ്റ്സിനെ എപ്പോഴും റെക്കോർഡ് ചെയ്യുക അതിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്, പർച്ചേസ് കോസ്റ്റിലാണ്, അല്ലാണ്ട് ഒരിക്കലും എന്തല്ല മാർക്കറ്റ് വാല്യൂലല്ല അസറ്റ്സിനൊന്നും റെക്കോർഡ് ചെയ്യുക. ഇനി അതിന് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ആ ഒരു അസറ്റ് അതിന്റെ യൂസ് ചെയ്യാൻ എന്താണോ അതിന്റെ യൂസേജ് അതിന് റെഡി ആവുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റുകളും അതിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, അക്വേഷൻ കോസ്റ്റ് ഇതൊക്കെ ഇതിലോട്ട് അസറ്റിന്റെ വാല്യൂയിലോട്ട് ആഡ് ചെയ്യണം. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞത് യൂസേഴ്സിന് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ എപ്പോഴാണ് മെറ്റീരിയൽ ആവുക? അത് യൂസേഴ്സിന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? മെറ്റീരിയൽ ആയിരിക്കും. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അക്കൗണ്ടന്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പറ്റില്ല? മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അൺബയാസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അൺബയാസ്ഡ് ആവാൻ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുക? ഓക്കെ, ഏത് ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെന്തായിരിക്കണം? ഒരു വെരിഫയബിൾ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഉണ്ടായിരിക്കണം. എന്താ ഈ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടിങ് എവിഡൻസ് വേണം. എവിഡൻസ് വേണം. ഓക്കെ, നിങ്ങൾ ഒരു രൂപയുടെ ട്രാൻസാക്ഷൻ ഓക്കെ ആസ് ആൻ അക്കൗണ്ടന്റ്, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിരിക്കും, മനസ്സിലാക്കി വെക്കുക. പ്രാക്ടിക്കൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ബിസിനസ്സിൽ എന്ത് ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു സപ്പോർട്ടിങ് എവിഡൻസ് വേണം. നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഒരു എവിഡൻസ് വേണം. അതിന് എന്ത് വേണം? ഇപ്പൊ നിങ്ങൾ റെന്റ് കൊടുത്തു, അതിനുള്ള എവിഡൻസ് ആണ് എന്ത്? റെന്റ് അഗ്രിമെന്റ് അല്ലെങ്കിൽ റെന്റ് റെസിപ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പർച്ചേസ് ചെയ്തു, അതിനെന്തുണ്ടാവും? ഇൻവോയ്സ് ഉണ്ടാവും, ബില്ല് ഉണ്ടാവും അല്ലെ? നിങ്ങൾ സെയിൽ ചെയ്തു, അതിന് ഇൻവോയ്സ് ഉണ്ടാവും. ഓക്കെ, എന്ത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു, അവിടുന്ന് ബില്ല് കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചു, അതിനെന്തുണ്ടാവും? ബില്ലുണ്ടാവും. അപ്പോ എവിഡൻസ് ഇല്ലാണ്ട്, സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ഇല്ലാണ്ട് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻസും നടത്തരുത്. ഓക്കെ, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് വേറൊരാൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ മേ ബി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനി ട്രാൻസാക്ഷൻ അവിടെ ഒരു എവിഡൻസ് നിർബന്ധമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. നമ്മളെ മെത്തേഡ്സ് ഒക്കെ എന്തായിരിക്കണം? കൺസിസ്റ്റൻസ് ആയിട്ട് ഒരു ഓരോ പീരിയഡ് യൂസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? പോസിബിൾ ആവുള്ളൂ, കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. ദെൻ കൺസർവേറ്റിസം ഓർ പ്രുഡൻസ് കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞത് അസറ്റ്സ് ഒക്കെ നമ്മൾ അസറ്റ്സും അതേപോലെ തന്നെ റവന്യൂ അത് നമുക്ക് അഷ്വേർഡ് ആണ്. 100% അഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ എക്സ്പെൻസ് ലാബിലിറ്റീസ് ഒക്കെ നമുക്ക് പോകുന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഔട്ട്കം പോസിബിൾ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ദീസ് ആർ ദി മേജർ പ്രിൻസിപ്പിൾസ്, മേജർ കൺസെപ്റ്റ് യു ഷുഡ് അണ്ടർസ്റ്റുഡ്. Okay, hope you all are clear, right? Thank you.